ഇന്ന് കപ്പ വരട്ടി ഉണ്ടാക്കാം. ചക്ക വരട്ടി പോലുള്ള ഒരു കപ്പ വരട്ടി. ഒരു ബുദ്ധിമുട്ടുമില്ല ഇതുണ്ടാക്കാൻ കേട്ടോ. ഇത് കപ്പ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ആ വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം കപ്പ ഉരുളിയിലേക്ക് ഇടുകയാണ്. ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കാം. കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പ്രഷർ കുക്കറിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് വേകുന്ന കപ്പയാണെങ്കിൽ ഇതേമാതിരി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. വെള്ളം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ കപ്പ എടുത്ത് മാറ്റണം. അതിനുശേഷം കപ്പ വേകുന്ന വെള്ളം കളയുകയും വേണം. കപ്പയിലെ ടോക്സിക് കോമ്പൗണ്ട് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം കളഞ്ഞതിന് ശേഷം ഉരുളി ഒന്നുകൂടി കഴുകിയെടുക്കണം. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്കിടാം. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. ആദ്യം ചെയ്തതുപോലെ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെച്ച് വേവിക്കണം. കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കരുത്. പെട്ടെന്ന് വേകുന്ന കപ്പയായതുകൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. സ്പൂൺ വെച്ച് കുത്തി നോക്കിയപ്പോൾ അത് കുക്കായിട്ടുണ്ട്. വീണ്ടും ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ചൂടുവെള്ളം പാത്രത്തോടെ ചരിച്ച് കളയുന്നതിനേക്കാൾ സേഫ് ഇതേമാതിരി കപ്പ എടുത്ത് മാറ്റുന്നതാണ്. വേവിച്ച കപ്പ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ഉടച്ചെടുക്കണം. ഇതേമാതിരി ആദ്യം തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ വരട്ടിയെടുക്കാൻ ഈസിയാണ്. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള വറവുണ്ടാക്കിയെടുക്കാം. നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. റൈസിൻസും കാഷ്യൂ നട്ട്സുമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാഷ്യൂ നട്ട്സിന് പകരം കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഉരുളിയിലേക്ക് ശർക്കരപ്പൊടി ഇടാം. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ബ്രാൻഡഡ് ശർക്കരപ്പൊടിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അത് മെൽറ്റായി തിളയ്ക്കട്ടെ. അതിനുശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇടണം. സാധാരണ ശർക്കരയാണെങ്കിൽ വെള്ളം ഒഴിച്ചുരുക്കിയതിന് ശേഷം അരിച്ച് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇനി അത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കണം. കറിക്കിടുന്ന അത്രയൊന്നും ഇടരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ വരട്ടി 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 ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരുപാട് കുറുക്കി കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ഹാർഡായി പോവും. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയുമാണ് ഇനി ചേർക്കുന്നത്. ചുക്കുപൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ ചുക്കുപൊടി കൂടി ചേർക്കുകയാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്നത്. ചക്ക വരട്ടി പോലൊരു കപ്പ വരട്ടി അങ്ങനെ വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ചുക്ക് കൂടി ചേർക്കണം. വറുത്തെടുത്ത കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ഇട്ടു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഴയൊക്കെ അല്ലേ, ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ചക്ക വരട്ടി പോലുള്ള കപ്പ വരട്ടി റെഡിയായി കഴിഞ്ഞു. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം.